ദേവി വേദസൂക്തങ്ങൾ നോക്കുകയാണോ? അതെ ദേവ. വേദസൂക്തങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണല്ലോ ദേവി നമ്മോട് ചോദിച്ചത്. അതെ. അത്യന്തം സൂക്ഷ്മങ്ങളാണ് വേദങ്ങൾ, അതിലുപരി ഗഹനവും. തികഞ്ഞ അവധാനതയോടുകൂടി മാത്രമേ വേദങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. അറിയാം. വേദോപദേശങ്ങൾ ഗ്രഹിക്കാൻ അത്രയേറെ താല്പര്യമുള്ളത് കൊണ്ടാണ് നാം അങ്ങയുടെ ഉപദേശം ആവശ്യപ്പെട്ടത്. നിതാന്ത ശ്രദ്ധയും ജാഗ്രതയുമുള്ളവർക്ക് മാത്രമേ വേദം ഉപദേശിക്കാവൂ. അങ്ങനെയുള്ളവർ മാത്രമേ വേദം ഗ്രഹിക്കാൻ യോഗ്യരാകുന്നുള്ളൂ എന്ന് ധരിച്ചാലും ദേവന് നമ്മെ വിശ്വസിക്കാം. തികഞ്ഞ ഏകാഗ്രതയോടെ തന്നെ നാം കാതോർത്തുകൊള്ളാം. നമ്മോട് വേദമഹത്വം ഒഴിഞ്ഞാലും ദേവ. വിദ് എന്ന ധാതുവിൽ നിന്നാണ് വേദത്തിന്റെ ഉൽപ്പത്തി. വിദ് എന്നാൽ ജ്ഞാനം അഥവാ പ്രകാശം എന്നാണ് അർത്ഥം. അങ്ങനെയുള്ളതായ പരമജ്ഞാനം നിഗൂഹനം ചെയ്തിട്ടുള്ള സംഹിതകളാണ് വേദങ്ങൾ. വേദങ്ങൾ സൃഷ്ടിച്ചത് ബ്രഹ്മദേവനാണ്. യാഗസാഫല്യത്തിനായി അഗ്നി, വായു, രവിമാരിൽ നിന്ന് ലക്ഷണ സമന്വിതവും സമാനവുമായ ഋഗ്, യജസ്, സാമം എന്നീ വേദങ്ങളെ ബ്രഹ്മാവ് വാർത്തെടുക്കുകയായിരുന്നു. ദ്വാപരയുഗത്തിൽ ഭഗവാൻ നാരായണനായി വേദവ്യാസൻ ജനിച്ചു. അദ്ദേഹമാണ് വേദങ്ങളെ പകുത്ത് ചിട്ടപ്പെടുത്തിയത്. യാജ്ഞേയമായ മന്ത്രസമാഹാരമാണ് വേദങ്ങൾ. പരബ്രഹ്മശ്വാസം തന്നെയാണ് വേദങ്ങൾ. അങ്ങനെ വേദങ്ങളുടെ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ ദേവി 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 എന്താണ് നാം ഇത്രയും നേരം ദേവിയോട് പറഞ്ഞത്? അത് പിന്നെ അത് നമ്മുടെ കുട്ടികളുടെ കുസൃതികൾ നമ്മുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞു. അങ്ങ് എന്താണ് പറഞ്ഞതെന്ന് നാം ഓർക്കുന്നില്ല. ഓ, നാം വേദോപദേശം നൽകുന്നു, ഭവതി അതിനെ അവഗണിച്ച് കുട്ടിക്കളികൾ വീക്ഷിക്കുന്നു. ദേവി നമ്മെ അപമാനിച്ചിരിക്കുന്നു. ദേവ, ഇല്ല ദേവ, ഒരിക്കലുമില്ല. അതെ, വേദമെന്നത് കുട്ടിക്കളിയല്ല. ശുദ്ധിയും ശ്രദ്ധയും ഇല്ലാത്തവർക്ക് മലിനപ്പെടുത്താനുള്ളതല്ല വേദങ്ങൾ. അരുത് ദേവ, കോപിക്കരുത്, നമ്മെ തെറ്റിദ്ധരിക്കുകയും അരുത്. മാതൃസഹജമായ കൗതുകം നമ്മെ ഒരു നിമിഷം കുട്ടികളിലേക്ക് ആകർഷിപ്പിച്ചതാണ്. മാപ്പ് തരണം ദേവ. സാധ്യമല്ല. നമ്മെ നിന്ദിച്ചാൽ നാം സഹിക്കും, പക്ഷേ വേദനിന്ദ പൊറുക്കില്ല നാം. ഇത്തരം സംസ്കാരശൂന്യമായ പ്രവൃത്തി, അവഗണന, അതും ഭവതിയിൽ നിന്ന് തീരെ പ്രതീക്ഷിച്ചില്ല നാം. ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. അരുത് ദേവ, അങ്ങനെ സംഭവിച്ചു പോയി. അതിനും മാപ്പില്ല. ഭവതി പ്രായച്ചിത്തം ചെയ്തേ മതിയാവൂ. ഭൂലോകത്ത് ഭവതി ഒരു മുക്കുവ കന്യകയായി ജനിക്കട്ടെ. ദേവ, നാം പറയുന്നത് ഇനി നമുക്കൊന്നും കേൾക്കണ്ട. ശാപം അനുഭവിച്ചു തന്നെ തീരണം. പിതാവേ, പിതാവ് മാതാവിനെ ശപിച്ചുവോ? ശപിച്ചു. എന്തിനാണ് ശപിച്ചത്? ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടാണ് ശപിച്ചത്. വേദോപദേശങ്ങൾ ശ്രവിക്കുന്നവർ മറ്റൊന്നിനും കാതു കൊടുക്കരുത്. അവരുടെ കണ്ണുകൾ മറ്റൊരു ദൃശ്യത്തിലും മുടക്കിപ്പോകരുത്. വേദമഹത്വം കേട്ടുകൊണ്ടിരുന്ന നിന്റെ മാതാവ് നിങ്ങളുടെ കൗമാര്യ ചാബല്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. ഉവ്വോ, ആ വേദങ്ങളാണല്ലോ എല്ലാറ്റിനും കാരണം. ശാപകാരണമായ വേദങ്ങൾ ഇനി കൈലാസത്തിൽ വേണ്ട. അവയുടെ സ്ഥാനം ഇനി സമുദ്രത്തിലാവട്ടെ.
ഷൺമുഖ, അത്രയ്ക്ക് ഗർവോ നിനക്ക്? വേദമാഹാത്മ്യം മനസ്സിലാക്കാതെ വേദങ്ങളെ എടുത്തെറിഞ്ഞ നീ ഊമബാലകനായി ഭൂമിയിൽ പിറക്കട്ടെ. അരുത് ദേവ, അരുത്. ശാപങ്ങൾ പിൻവലിക്കാൻ ദയവുണ്ടാകണം. ശബ്ദിക്കരുത്. ശബ്ദിക്കാൻ അവകാശമില്ല നിങ്ങൾക്ക്. അനുഭവിക്കുക, അനുഭവിച്ച് പാഠം പഠിക്കുക. സ്വാമി, മാതാവിന് പുറകെ മുരുകനും അപരാധം കാട്ടിയിരിക്കുന്നു. ഇനി മാതാവിനും അനുജനും കൈലാസം വിട്ടുപോയി ശാപഫലം അനുഭവിക്കാനാണ് യോഗം. എന്നാലും പിതാവ് നമ്മെ ശപിച്ചു കളഞ്ഞല്ലോ മാതേ. മാതാവിനെ വേർപിരിയാനാണോ വിധി? നന്ദികേശ, പ്രഭു, കൈലാസത്തിൽ നടന്ന സംഭവങ്ങൾ നന്ദികേശൻ അറിഞ്ഞില്ലെന്നുണ്ടോ? ക്ഷമിക്കണം പ്രഭു, എന്തൊക്കെയോ വിപരീതം സംഭവിച്ചു പോയിരിക്കുന്നു. അതെ, എന്തുകൊണ്ട്? നിന്റെ അശ്രദ്ധ കൊണ്ട്, ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട്. ഭഗവാനെ, കുട്ടികൾ വേദം വ്യാഖ്യാനിക്കുന്നിടത്ത് കുട്ടികൾക്ക് എന്താ കാര്യം? ദ്വാരപാലകനായ നിന്നോട് ആരെയും കടത്തിവിടരുതെന്ന് നാം കൽപ്പിച്ചതല്ലേ? ക്ഷമിക്കണം പ്രഭു, കുട്ടികളുടെ ബാല്യസഹജമായ നിർബന്ധത്തിന് മുന്നിൽ അടിയന് വഴങ്ങേണ്ടി വന്നു. നിർത്തൂ. അക്ഷന്തവ്യമായ തെറ്റാണ് നീ കാട്ടിയത്. മുരുകൻ വേദഗ്രന്ഥങ്ങളെടുത്ത് കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നഷ്ടപ്പെടുത്തേണ്ട വകയാണോ പവിത്രമായ വേദഗ്രന്ഥങ്ങൾ? അതിന് കാരണക്കാരൻ നീയാണ്, നീ മാത്രമാണ്. അതിന്റെ ശിക്ഷ നീ അനുഭവിച്ചു തന്നെ തീരണം. പ്രഭു, അടിയൻ ഒന്നും കേൾക്കണ്ട നമുക്ക്. വേദങ്ങൾ പതിച്ച അതേ കടലിൽ തന്നെ കൊമ്പൻ സ്രാവായി നീ പിറക്കട്ടെ. കുട്ടികൾ കടന്നു വന്നത് സൂക്ഷിക്കാത്ത കുറ്റത്തിനുള്ള ശിക്ഷയെന്ന നിലയ്ക്ക് നീ ഇനി മുതൽ വേദങ്ങളെ കടലിൽ സൂക്ഷിക്കുക. അങ്ങനെ ആയിക്കോട്ടെ ഭഗവാനെ. അമ്മേ, കടലമ്മേ,
കാറ്റും തിരയും ഒക്കെ കടന്ന് കടാലിന്റെ മക്കള് കാണാത്ത ദൂരത്ത് തുഴഞ്ഞു പോവുകയാണല്ല. ആകാശവും ഭൂമിയും തൊട്ട് തലോടുന്ന കടലമ്മേ, മക്കളോട് കരുണ കാട്ടാൻ മറക്കല്ലേ. തൊട്ടിലി കിടത്തി ആട്ടും പോലെ മക്കളെ പുറംകടലിൽ എത്തിക്കണേ. അവക്കള് വീശുന്ന വല നിറച്ച് മീനും കൊടുക്കണേ. നമ്മെ അരയപ്രമാണിയായി കണ്ട് പെരിയോരേന്ന് വിളിച്ച് ബഹുമാനിക്കുന്ന പച്ചപ്പാവങ്ങളാണ്. അവക്ക് വേണ്ടി ഈ അരയപ്രമാണി കടലമ്മയെ തൊഴുത് പ്രാർത്ഥിക്കുന്നു. ഇനി എല്ലാവരും കൂടി കടലിലേക്ക് പൊയ്ക്കോളിൻ.